കള്ളക്കേസിൽ പോലീസ് പ്രതിയാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പോലീസ് ക്രൂരതയ്ക്ക് ഇരയായ ദളിത് യുവതി ബിന്ദു. കള്ളക്കേസിൽ പോലീസ് പ്രതിയാക്കിയതിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാൻ പോയപ്പോൾ അവഗണന നേരിട്ടുവെന്നാണ് ബിന്ദുവിൻ്റെ പരാതി. പരാതി നൽകാൻ പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി വായിച്ചു പോലും നോക്കിയില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാതി മേശപ്പുറത്തേക്ക് ഇടുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു. പല രീതിയിൽ ബന്ധപ്പെട്ട മുൻകൂറായി അനുമതി വാങ്ങിയ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാൻ അനുമതി ലഭിക്കുക. അത്തരത്തിൽ അനുമതി ലഭിച്ച അഭിഭാഷകനൊപ്പം പരാതി നൽകാൻ പോയ ദളിത് യുവതിക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മോശാനുഭവമുണ്ടായത്. പരാതിയുണ്ടെങ്കിൽ കോടതിയിൽ പോകാനാണ് പറഞ്ഞത്. മാല മോഷണം പോയതായി വീട്ടുകാർ പരാതി നൽകിയാൽ പോലീസ് വിളിപ്പിക്കുമെന്ന് പറഞ്ഞതായും ബിന്ദു പറഞ്ഞു. ഞാനും വക്കീലും കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയതെന്നും അപ്പോൾ പരാതി വായിച്ചു പോലും നോക്കാതെ അവിടെയുണ്ടായിരുന്ന സാർ പോലീസ് വിളിപ്പിക്കുമെന്ന് പറയുകയായിരുന്നുവെന്നും പി ശശി എന്നയാൾക്കാണ് പരാതി നൽകിയതെന്നും ബിന്ദു പറഞ്ഞു. താൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഓഫീസിലേക്ക് പോകുന്നതെന്നും ബിന്ദു പറയുന്നു. തിരുവനന്തപുരം പേരൂർക്കടയിലാണ് ജോലി ചെയ്യുന്ന വീട്ടിലെ സ്വർണ്ണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് പോലീസ് ദളിത് യുവതി ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ മാസം 23-നാണ് സംഭവം നടന്നത്. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ബിന്ദുവിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. വീട്ടുടമസ്ഥയുടെ 2.5 പവൻ മാല മോഷ്ടിച്ചെന്നായിരുന്നു ആരോപണം. മാല മോഷ്ടിച്ചില്ലെന്ന് വിശദമാക്കിയതിന് പിന്നാലെ പെൺമക്കളെയും കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പോലീസുകാർ കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നുവെന്നാണ് ബിന്ദു പറയുന്നത്. അടുത്ത ദിവസം രാവിലെ മാല കിട്ടിയെന്ന് വീട്ടുടമസ്ഥ അറിയിച്ചതോടെയാണ് ബിന്ദുവിനെ വിട്ടയച്ചത്. മണിക്കൂറുകൾ പോലീസ് സ്റ്റേഷനിൽ കഴിയുന്നതിനിടെ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിക്കാൻ മറുപടി പറഞ്ഞതായും ബിന്ദു പറയുന്നു.